ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം അല്ലേ? അപ്പോൾ ഈ എക്സാം എഴുതി വിജയിച്ചവരുടെ സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരുന്നു, അവരെങ്ങനെയാണ് ഈ എക്സാമിനെ സമീപിച്ചത് എന്നൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? ഇന്ന് എന്നോടൊപ്പമുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതി വിജയിച്ച അനഘ മാമാണ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. വെൽക്കം. ഓക്കെ, നമുക്ക് ആദ്യം അനഘയുടെ പഠനത്തിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു പഠിച്ചത്, എന്താണ് ചെയ്യുന്നത്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം 2018 നമ്മൾ സെക്രട്ടേറിയറ്റ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. 2020 കൂടിയിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിക്കാനുണ്ടായത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അത് എഴുതി പഠിക്കുമായിരുന്നു. ആ എഴുതി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടൊരു കാര്യം. കാരണം എന്ത് നമ്മൾ പഠിച്ചാലും അത് 2-3 തവണ വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. PSC എക്സാംസ് എഴുതി പഠിക്കുക, ആദ്യമായിട്ടാണ് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതി പഠിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ചെയ്തത്? കാരണം നമുക്ക് അതായത് അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒക്കെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, 4 ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒരുപോലെ തോന്നും. ആ 2 ഓപ്ഷനിൽ ഏതാണ് കുത്തേണ്ടത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതായത് ഉത്തരം നമുക്ക് മനസ്സിൽ വരാൻ പാടുള്ളൂ. ആ ഒരു അതാണ് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലേക്ക് പോകണ്ട. ആ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ആ ചോദ്യമാണെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ അതിൽ പാടില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ച് മനസ്സിലത് ആക്കന്നെ വേണം. അപ്പൊ എത്ര തവണ ഒരു ക്വസ്റ്റ്യൻ എഴുതി പഠിക്കും? മിനിമം 3 തവണയെങ്കിലും എഴുതി പഠിച്ചിരുന്നു. മിനിമം 3 തവണ എഴുതി പഠിച്ചു, ക്വസ്റ്റ്യൻ കൂടി എഴുതി പഠിക്കും. കാരണം ആൻസർ മാത്രം എഴുതി പഠിക്കുമ്പോൾ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് മറന്നു. അപ്പൊ ആ ക്വസ്റ്റ്യനും അതിന്റെ കൂടെ ആൻസറും നമ്മൾ കൃത്യമായി 3 തവണ ഞാനും ഇതുപോലെ ഒരു കോച്ചിങ് സെന്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എടുക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് തന്നെ 3 തവണ എഴുതി പഠിച്ചു കൊണ്ടുപോയി. അങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പാസ്സായി. 2016 ബിടെക് പഠനം, 2015 ബ്രാഞ്ച് ഈസി ആയിരുന്നു. ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിലേക്കുള്ള ജേർണി എന്തുകൊണ്ടാണ് അങ്ങനെ എത്തപ്പെട്ടത്? അതായത് ബിടെക് നമുക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. കാരണം നമുക്കൊരു ലോജിക് ബുദ്ധി ഉണ്ടെന്ന് എനിക്കപ്പോൾ തോന്നിയില്ല. കാരണം നമ്മൾ പഠിച്ച് പാസ്സാവണത് എനിക്കൊക്കെ പ്രശ്നമല്ല, അതെന്തായാലും ഞാൻ പാസ്സാവും, അതെനിക്കറിയാം. പക്ഷെ എന്നാലും ആ ഒരു ജോലി മേഖലയിലേക്ക് പോകുമ്പോൾ അതൊരു എനിക്ക് ഒട്ടും സ്യൂട്ടല്ല എന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു PSCയോടൊരു അല്ലെങ്കിൽ അതെ എന്തായാലും ഒരു സർക്കാർ ജോലി വേണം എന്നുള്ളൊരു നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ബിടെക് പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ബുക്ക് വായനയും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലെയുള്ള അതൊക്കെ നമ്മളൊന്ന് വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം അത് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ഇതാണോ, PSC ആണോ, അതോ വേറെ? അല്ല, ഗ്രൂപ്പ് ഡി എക്സാം ആണ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചെഴുതിയൊരു എക്സാം. അപ്പൊ അത് കുഴപ്പമില്ലാണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് ഏത് സമയത്താ? അത് ഏകദേശം ഞാൻ ജോലിക്ക് കയറിയത് 2016 പക്ഷെ എക്സാം എല്ലാം നമ്മൾ ബിടെക് പാസ്സാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതില് ആയിട്ടുണ്ടായിരുന്നു, ജോലി കിട്ടി. ഗ്രൂപ്പ് ഡി നേരത്തെ തന്നെ എഴുതി. ബിടെക് പഠനത്തിന് ഒരു ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും വന്നിരുന്നു? അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബിടെക് നമ്മുടെ മേഖലയെല്ലാം നമ്മൾ മുന്നേ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മള് അതെ അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു മേഖലയ്ക്ക് എന്തായാലും പോകണ്ട. കാരണം നമ്മളെ കൊണ്ട് അത് നമുക്കൊരു തോന്നലുണ്ടല്ലോ, ഒരു ഉള്ളുന്നൊരു നമുക്കിത് പറ്റില്ല എന്നുള്ളൊരു. പക്ഷേ PSC നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ മനസ്സിലിങ്ങനെ കുഴപ്പമില്ല, നമുക്കിത് വായിച്ചെടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ആ ഒരു മേഖല തീരെ പോയില്ല. കാരണം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിരുന്നെങ്കിൽ കൂടി എനിക്കൊന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ പോയി അറ്റൻഡ് ചെയ്തില്ല. കാരണം അപ്പോഴും നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം RRB ഗ്രൂപ്പ് ഡി ആയിട്ട് എങ്ങനെയാ ജോലി ചെയ്തോ? ജോലി ചെയ്തു, ഏതാണ്ട് 1 കൊല്ലത്തിന്റെ അടുത്ത് ഞാൻ ജോലി ചെയ്തു. RRB ഗ്രൂപ്പ് എവിടെയായിരുന്നു? ഞാൻ മാനാമധുര ആയിരുന്നു, മധുര സെക്ഷൻ, മധുര ഡിവിഷനില് മാനാമധുര സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ RRB ഗ്രൂപ്പ് ഡി കഴിഞ്ഞ് ഒരു ജോലി കഴിഞ്ഞ ശേഷം പിന്നീട് ഈ ജോലി ഉപേക്ഷിച്ചിട്ടാണോ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി? അതെ. കാരണം നമുക്ക് ആ ജോലിയുടെ കൂടെ ഓൾറെഡി നമ്മൾ തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ നമുക്ക് വേറൊരു കോച്ചിങ് സെന്ററോ പിന്നെ ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അന്ന് അത്ര പോപ്പുലർ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും കോച്ചിങ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും PSCക്ക് വേണ്ടി അങ്ങോട്ട് ഇരുന്നു. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മുടെ ബിടെക് പഠനം പകുതി നമ്മൾ ആ ജോബ് പോയില്ല, കിട്ടിയ റെയിൽവേ പിന്നീട് കളഞ്ഞു. അപ്പൊ ഈ സമയത്തൊക്കെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു നമുക്കിത് പറ്റില്ല, നമുക്ക് കുറച്ചും കൂടി നല്ലൊരു, നമ്മളെന്തായാലും ബിടെക് ഒക്കെ പഠിച്ചതല്ലേ, ഒരു ഡിഗ്രി ലെവൽ എക്സാം. നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ഒരു 10th 12th ലെവലേ ഉള്ളൂ. പക്ഷെ മോശമല്ല, നല്ല സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും
നമുക്ക് കുറച്ചും കൂടി ഒരു കേരള PSCയിലേക്ക് വരണം എന്നും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയാ കേരള PSC നോക്കി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫാമിലിയിൽ നിന്ന് അത്രയും ഒരു പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ഓൾറെഡി ഗ്രൂപ്പ് ഡി ആണ്. അപ്പൊ ആളും അതിന് പ്രഷറൈസ് ചെയ്തില്ല, കുഴപ്പമില്ല, ആള് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഗ്രൂപ്പ് ഡി കഴിഞ്ഞതോടുകൂടി എന്ന് വെച്ചാൽ ഒരു കൊല്ലം വർക്ക് ചെയ്തു, അതിനുശേഷം കല്യാണം, പിന്നെ അതിനുശേഷം പിന്നെ ജോലിക്ക് പോയില്ല, റിസൈൻ ചെയ്തു. പിന്നീട് ഫുള്ളായിട്ട് PSC. എന്നാലും ആ PSC പഠനകാലം ചെറുതായിരുന്നോ വലുതായിരുന്നോ? പഠനകാലം ചെറുതായിരുന്നു, പക്ഷെ അതിന്റെ ഉള്ളിലെടുത്ത് നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് വളരെ വലുതായിരുന്നു. കാരണം ഞാൻ 2017 സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ശരിക്കും ഒരു കോച്ചിങ് ആരംഭിച്ചത്. അപ്പോൾ കൃത്യം ഒരു കൊല്ലത്തിന്റെ അടുത്താണ് ഞാൻ പോയിട്ടുള്ളൂ കോച്ചിങ്ങിന്. 2018 ഒക്ടോബറോട് കൂടി ഈ പരീക്ഷ വന്നു. അപ്പൊ അതുവരെയുള്ള എന്റെ പഠനകാലം എന്നുള്ളത്. പക്ഷെ ആ പഠനത്തിൽ ഓരോ ദിവസം എന്നുള്ളത് നമ്മൾ പഠനത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു RRB ഗ്രൂപ്പ് ഡി അല്ല, ഒരിക്കലല്ല. അത് വളരെ ലാഘവത്തോടെ നമ്മൾ പഠിച്ച്, പിന്നെ അത് ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു RRCക്കോ RRB ഗ്രൂപ്പ് ഡിക്കോ ഒക്കെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേക്കൻസി ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളൊരു ജനറൽ കാറ്റഗറിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ അത്രയും നമ്മൾ ടൈം കൊടുത്താൽ തന്നെയാണ്. എത്രാമത്തെ റാങ്ക് ആയിരുന്നു കിട്ടിയിരുന്നത്? എന്റെ 123 123ാമത്തെ റാങ്ക് ആയിരുന്നു. ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ കയറിയത് GADയിലാണ്. മ്യൂച്വൽ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഇപ്പോ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്യണം എന്നാണ് മിക്കവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പം എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഒക്കെ കിട്ടി എത്തപ്പെടാൻ സാധിക്കും? അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അപ്പൊ തന്നെ അതിന്റെ ഒരു കൊടുക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളൊക്കെ സുഖമായിട്ട് കിട്ടും. കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ജോബ് സ്വഭാവം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഓഡിറ്റിംഗ് ആണ്, അതായത് മറ്റേ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ, അതായത് പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ, അതുപോലെ ദേവസ്വം ബോർഡുകള്, പിന്നെ ക്ഷേമനിധികൾ, അവരുടെയൊക്കെ വരവ് ചെലവ് കണക്കുകൾ നോക്കുകയാണ്. അതെ, ഓഡിറ്റിംഗ് ആണ്. അപ്പം ഒരു ബിടെക് പഠിച്ച നമ്മൾ ഒരു ഓഡിറ്റിങ്ങിലേക്ക്, ആ ഒരു ജോലിയിലേക്കൊക്കെയുള്ള ഒരു എങ്ങനെയായിരുന്നു അത്? കൃത്യമായ ട്രെയിനിങ്ങുകൾ ഗവൺമെന്റ് തരുന്നത് കൊണ്ട് നമുക്ക് ആയാസകരമാണോ ഇത്? അതെ, നമുക്കൊരു 4 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഓഡിറ്റ് മൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ രീതികളെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഒരു 4 മാസത്തെ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ട്രെയിനിങ് ഉണ്ട്. റെസിഡൻഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് പോലെ തന്നെ അവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെയധികം സഹായിക്കും. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇനിയും ഒരു PSC എക്സാം, ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫേസുകൾ മാറി, ഇപ്പം മെയിൻസും പ്രിലിമിനറിയും ഒക്കെയുള്ള രീതികളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം, ഈ മാറ്റത്തെ നോക്കിക്കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. വളരെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരോട് എന്താണ് ഒരു ആസ്പിരൻ്റ് എന്നുള്ള രീതിയിൽ, അന്നത്തെ ഒരു ആസ്പിരൻ്റ് ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതായത് നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുസ്തകം വായിക്കേണ്ട, ഒരുപാട് നിങ്ങൾ നോളജ് എക്വയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് സമയമുള്ളെങ്കിൽ ആ കുറച്ച് സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു അത് ക്ലിയർ ആയിട്ട്, നല്ല ക്ലിയർ കട്ടായിട്ട് ആ ഒരു ചോദ്യം, അതൊന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 84 മാർക്ക് ഉണ്ടായിരുന്നു. 82, 83 മാർക്ക് ഉണ്ടായിരുന്നു. ഹയർ മാർക്കുകളിലേക്ക് എത്തപ്പെട്ടു. അതിൽ ഈ പറയുന്ന സ്ട്രാറ്റജി തന്നെയായിരുന്നു. നെഗറ്റീവുകൾ കുറവായിരുന്നു. കാരണം നമുക്ക് എന്താ പറയാ, നമ്മൾ ആൻസർ ചെയ്തത് കൃത്യമായിട്ട് അറിയാം, ഇത് തന്നെയാണ് ഉത്തരം എന്നുള്ളത് നമുക്കന്ന് ഉറപ്പായിരുന്നു. അപ്പൊ പിന്നെ പിന്നീട് നമ്മൾ വെറുതെ കറക്കി കുത്തേണ്ട ഒരു ആവശ്യം വന്നില്ല നമുക്ക്. വെറുതെ നമ്മൾ ഒരു 1/3 മാർക്ക് പോകണ്ടല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് തന്നെ ചെയ്യണത്. അപ്പൊ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്? നെഗറ്റീവ് കുറയ്ക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ? നെഗറ്റീവ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതേ പറഞ്ഞു, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വെറുതെ കറക്കി കുത്തുക എന്നുള്ളതൊരു എക്സാംസ് കൂടുതൽ എക്സാംസ് എഴുതി. കാരണം നമ്മൾ പഠിക്കുന്ന, അതായത് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് അന്നൊക്കെ പഠിച്ചിരുന്നത്. അപ്പൊ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ എക്സാമുകൾ ഇടും. പുറത്തുനിന്നുള്ള കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിക്കാത്ത മേഖലയിൽ നിന്നും എക്സാമുകൾ ഇടും. അത് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, പഠിക്കാത്തായിട്ട് വേറെ ബുക്കുകളൊന്ന് റെഫർ ചെയ്തിട്ട് അതും നമ്മൾ കൃത്യമായിട്ട് എക്സാമിൽ ഇടും. അത് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ശരിക്കുള്ള ആൻസർ കണ്ടുപിടിച്ച് വീണ്ടും നമ്മൾ എഴുതി പഠിക്കും. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തത്. പരീക്ഷകൾ ഇഷ്ടം പോലെ ചെയ്തിരുന്നു. അത് എല്ലാ ദിവസവും നമ്മൾ പരീക്ഷ ചെയ്യും. അതിൽ 20 മാർക്കോ 30 മാർക്കിന്റെയോ ചിലപ്പോൾ ആവാം. പക്ഷെ എല്ലാ ദിവസവും കൃത്യമായിട്ട് പരീക്ഷ തന്നെയാണോ എഴുതി നോക്കിക്കൊണ്ടിരുന്നത്? അല്ല, അത് OMR അല്ല. നമുക്ക് OMR എന്ന് വെച്ചാൽ ഓപ്ഷൻ സിസ്റ്റം ഇല്ല. നമ്മൾ ആ ഒറ്റ ഉത്തരേ പഠിക്കുന്നുള്ളൂ, ആ ഒറ്റ ഉത്തരേ എഴുതാനും പാടുള്ളൂ. അപ്പൊ പിന്നെ വേറെ A-B ഇല്ല. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം അല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒറ്റ ഉത്തരം നമ്മൾ പഠിക്കാവൂ. വേറെ മറ്റു ഉത്തരങ്ങൾ കുറെ പഠിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. അനക്ക, ഇപ്പം ഈ മാറിയ സിലബസുകളൊക്കെ മാറിയല്ലോ. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വീണ്ടും എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ സിലബസ് ഒക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? ഈ എക്സാമിനെ എങ്ങനെ സമീപിക്കണം? ഒരു വിജയിയായ ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ്
സമീപിക്കേണ്ടത്? അതായത് നമുക്ക് എക്സാമിന് എന്തെങ്കിലും കോർ സബ്ജക്റ്റ് ഉണ്ടാവും. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പോലുള്ള സബ്ജക്ട്സ് ഒക്കെ കോർ സബ്ജക്റ്റുകളാണ്. അത് നമുക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം മറ്റേത് നമുക്ക് സ്ട്രെങ്ത് ആയിട്ടും നമുക്ക് അറിയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് വിട്ട് കളയാതെ, അതായത് 50 മാർക്കാണ് അതെ. കോർ ഏരിയയിൽ വരുന്ന 50 മാർക്കിന് ഫോക്കസ് ചെയ്യാം. ഇനി എല്ലാവർക്കും പേടിയുള്ളതാണ് കറണ്ട് അഫയേഴ്സ്. അതിനെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? അത് നമ്മൾ ഡെയിലി പത്രം വായിക്കുക. അപ്പോൾ ആ പത്രങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പോവുക. അതാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പത്രങ്ങൾ നമ്മൾ ദിവസം ഡെയിലി പേപ്പർ വായിക്കുമ്പോൾ, കാരണം കൃത്യമായി പത്രം വായിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ പത്രം എടുത്ത ദിവസം മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൽ എന്തെങ്കിലും അവാർഡ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട്, നമ്മളെപ്പോഴും ഒരു എന്താ പറയാ ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മൾ നമ്മുടെ ചോദ്യങ്ങളാണ് ഓരോ ലൈനുകളും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് കണ്ട് എഴുതി വെച്ച് അത് പഠിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ടല്ലോ, കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന ബുക്കുകളുണ്ട്. അതും നമ്മൾ വായിച്ചിരുന്നു കൃത്യമായിട്ട്. അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. ഇതുപോലെ എഴുതി പഠിച്ചിരുന്നു. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചിരുന്നു. ഇതെല്ലാം എഴുതിയാണ് പഠിച്ചത്. എത്ര മാത്രം ബുക്കുകൾ ഉണ്ടാകും ഈ ഒരു? ഇല്ല, നമുക്ക് അത്ര വിചാരിക്കണ പോലെയല്ല. നമുക്കത് അത് എഴുതി പഠിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും. കാരണം അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയല്ല. നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടായിട്ട് പണി നമുക്ക് തോന്നണതാണ്. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്കതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ, നമ്മൾ ഓരോ എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് അതിലുള്ള മാറ്റം നമ്മൾ കണ്ടു തുടങ്ങും. നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്കിത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മാറ്റം വരുമ്പോൾ നമ്മൾ സ്വയം അത് എഴുതി പഠിച്ചതോളൂ. അതൊരു വലിയൊരു ടാസ്ക് അല്ല. പിന്നെ ഒരു ഈ പറയുന്ന 80 മാർക്ക് 82 മാർക്കുകളിലേക്കൊക്കെ എത്തപ്പെട്ടു. ആദ്യത്തെ ഒരുപാട് എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല, 1-2 എക്സാമിനുള്ളിൽ, അത് കോച്ചിങ് എടുത്ത് പഠിച്ച ആദ്യത്തെ എക്സാം. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു PSC എഴുതിയെടുക്കാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് സാധിക്കും. തീർച്ചയായും സാധിക്കും. നമ്മൾ കൃത്യമായിട്ട്, അതായത് നമ്മുടെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫോണ് മറ്റു കാര്യങ്ങളൊക്കെ, അതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാണ്. ഒരു 3-4 മാസം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. വലിയൊരു മാലയൊന്നും അല്ല PSC എന്തായാലും. അപ്പോൾ PSC കിട്ടുന്നവരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും അവരും ഈ കടന്നു വന്ന വഴികൾ ഇതൊക്കെ തന്നെയായിരിക്കും. ആ സമയത്ത് മകനുണ്ടോ? മകനില്ല, ഞാൻ മാരീഡ് ആയിരുന്നു. മകനൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പൊ എങ്കിലും പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, പൂർണ്ണമായും സമയം കണ്ടെത്തിയിരുന്നു. അതായത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. വാക്കുകളൊക്കെ വിലപ്പെട്ടതാണ്. പുതിയ എക്സാംസിന്റെ ഒക്കെ ഏതെങ്കിലും എഴുതുന്നുണ്ടോ? ഞാനിപ്പോ KS ട്രൈ ചെയ്യുന്നുണ്ട്. സ്ട്രീം 2 അങ്ങനെ എഴുതാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പഠനം പഴയ രീതിയിൽ എഴുതി പഠിച്ചൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മള് നമ്മളിപ്പോ ഒരു സേഫ് സോണിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതാണ് മെയിൻ ആയിട്ട്. നമ്മളൊരു സേഫ് സോണിൽ എത്തിയതുകൊണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ അങ്ങോട്ട് റിസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നോക്കണം വീണ്ടും തുടങ്ങാം. ഇതിന്റെ ആനുകൂല്യങ്ങൾ, അതായത് ഇപ്പം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ആനുകൂല്യം പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേ തന്നെ നമ്മളൊരു LDO UDO ആ റേറ്റ് അല്ല, നമുക്ക് ഒരു ഹയർ സ്കെയിൽ ഓഫ് പേ ആണ് കിട്ടുന്നത്. ഹയർ ശമ്പളമാണ് കിട്ടുന്നത്. കാരണം ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 39,300 ബേസിക് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ DA HRA അങ്ങനെയുള്ള മറ്റു പലതും കയറി വരും. അപ്പൊ നമുക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആണ്. കാരണം ഒരു LD UDയേക്കാൾ എന്തുകൊണ്ടും അപ്പുറമാണല്ലോ. അതെ. അപ്പം തീർച്ചയായിട്ടും ഒരു ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട എക്സാം തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ്. അതിൽ വിജയിച്ചവരുടെ കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ പഠന സ്ട്രാറ്റജികൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് എഴുതി പഠിക്കേണ്ടത്, കിട്ടേണ്ട സമയം എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മിറാക്കിൾ ബാച്ചാണ്. മിറാക്കിൾ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 80 മണിക്കൂർ കൊണ്ട് സബ്ജക്റ്റ് പ്രധാനപ്പെട്ട പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന 20-ലധികം അധ്യാപകരെത്തുന്ന ഒരു ക്ലാസ്സുകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ മാത്രം മതി നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിമിനറി എന്ന സ്വപ്നം കടന്നുകൂടാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, വീഡിയോ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, സജഷൻസ് പറയുക, അഭിപ്രായങ്ങൾ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് പരിഗണിക്കുക. വീണ്ടും കാണാം. നന്ദി.